എന്തുകൊണ്ട് ആന കാട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. കാട്ടിനുള്ളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തീറ്റ, വെള്ളം, അവയുടെ കുറവ്, ഇൻവേസീവ് പ്ലാന്റുകളായിട്ടുള്ള സെന്ന പോലെയുള്ളവ കൂടുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായിട്ട് കിട്ടേണ്ട ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, പ്ലാന്റേഷനുകൾ ഒക്കെ ഒരു കാരണമാകാം. ഇതൊന്നുമല്ലാത്ത കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. കാടതിരിൽ വളരെ നേരം അധ്വാനിക്കാതെ പെട്ടെന്ന് തന്നെ വയറു നിറക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കൃഷി സ്ഥലങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ കൃഷി കാണുമ്പോഴും ആനകൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടും. അതുകൂടാതെ വിശപ്പിനപ്പുറം ചില ഇഷ്ടങ്ങൾ, രുചികളോടുള്ള താല്പര്യം ഒക്കെ ആനകൾക്കുണ്ട്. അതുകൊണ്ടാണ് ചക്കയൊക്കെ അന്വേഷിച്ച് അവ വരുന്നത്. ഇതല്ലാതെ മനുഷ്യവാസ സ്ഥലങ്ങളിലേക്ക് കൂടുതലായിട്ട് കൂട്ടങ്ങളായിട്ട് വരാനൊന്നും ആനകൾ ഇഷ്ടപ്പെടാത്ത ജീവികളാണ്. സാധാരണയായിട്ട് കൊമ്പന്മാര്, മോഴകൾ, അതുകൂടാതെ ചില പ്രത്യേക സവിശേഷ സ്വഭാവം, വ്യക്തിപരമായിട്ടുള്ള സ്വഭാവമുള്ള ചില ആനകളും ഒക്കെയാണ് സാധാരണയായിട്ട് ആളുകൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന വിധത്തിൽ ജനവാസ മേഖലകളിലൊക്കെ ഇറങ്ങാറുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാടിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി തന്നെയാണ്. എത്ര ആനകൾ വരെ ഒരു കാട്ടിലാവാം എന്നതിനൊരു കണക്കുണ്ടല്ലോ. നമ്മുടെ കാടിന് താങ്ങാവുന്ന അത്ര മാത്രമാണോ നമ്മുടെ കാടുകളിലുള്ള ഇപ്പോഴുള്ള ആനകളുടെ എണ്ണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തിന് ലളിത പരിഹാരങ്ങളുമില്ല. നമ്മുടെ കാടുകളെ സംബന്ധിച്ചിടത്തോളം പ്രതിയോഗികളില്ലാത്ത ഒരു മൃഗമാണ് ആന. അവയെ ഏത് മൃഗവും ഭക്ഷണമാക്കുന്നില്ല. അവയ്ക്ക് ഇരപിടിയന്മാരില്ല. അപ്പോൾ ആനകളുടെ പരിണാമഘട്ടത്തിലൊക്കെ അവയുടെ എണ്ണത്തെ നിയന്ത്രിച്ചത് പലതരത്തിലുള്ള മനുഷ്യരുടെ ഇടപെടൽ കൂടിയാണ്. വേട്ട തൊട്ടിട്ട് അവയെ ഭക്ഷണമാക്കാൻ വേണ്ടിയിട്ട് പിടികൂടിയ കാലമുണ്ടാകാം. അതിനുശേഷം പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ആനകളെ പിടിച്ചിട്ടുണ്ട്. യുദ്ധം തൊട്ടിട്ട് പലതരത്തിലുള്ള ഭാരങ്ങൾ വലിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയാണ് ആനകളുടെ എണ്ണം പലപ്പോഴും നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിൽ ആനകളെ പിടികൂടുന്നതും കൊല്ലുന്നതും ഒക്കെ അളവറ്റതായ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആനകളുടെ എണ്ണം പല സ്ഥലങ്ങളിലും കുറഞ്ഞു പോയത്. എന്തായാലും നമ്മുടെ വന നിയമങ്ങളൊക്കെ കർശനമായതിന് ശേഷം, വീരപ്പനെ പോലുള്ള ആളൊന്നും ഇല്ലാതായി കഴിഞ്ഞതിന് ശേഷവും നമ്മുടെ ആനകൾക്ക് മറ്റ് പ്രതിസന്ധികളൊന്നും ഇല്ലാതൊരു കാലമാണ്. ആകെയുള്ളത് അവർക്ക് വരുന്ന ചില പ്രത്യേകതരം രോഗങ്ങൾ മാത്രമാണ്. അപ്പോഴും പരസ്പരം പൊരുതി മുറിവേൽക്കുന്ന ആനകളെ പോലും പ്രകൃതി നിയമത്തിന് വിട്ടുകൊടുക്കാതെ ചികിത്സിച്ച് അവയെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നവരാണ് നമ്മൾ. എന്തായാലും ഒരു ഇക്കോസിസ്റ്റത്തിൽ ഏതെങ്കിലും ഒരു ജീവവർഗത്തിന്റെ എണ്ണം അനിയന്ത്രിതമായിട്ട് കൂടുന്നത് ആ സിസ്റ്റത്തിന് തന്നെ അപകടമാണ്. പറഞ്ഞു വന്നാൽ ഒരളവിലധികം കാടിൽ ആനകളുടെ എണ്ണം കൂടുന്നത് കാടിന്റെ തന്നെ നാശത്തിന് കാരണമാകും. ഇനി കാടിൽ നിന്നും ആനകൾ പുറത്തേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തിയുള്ളത്. കിടങ്ങുകൾ, ആനമതിലുകൾ, വൈദ്യുത വേലികൾ, അങ്ങനെ പല പരിഹാരങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. പക്ഷേ അതിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് പലപ്പോഴും ഇവയുടെ വലിയ ചിലവാണ്. നമ്മുടെ കാടുകളുടെ അതിരുകൾ, അവയുടെ ടെറൈൻ, പലതരത്തിലുള്ള ഭൂപ്രകൃതികൾ, ഉള്ളിലോട്ടും കയറിയിട്ടും പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഒക്കെയുള്ള ജനവാസ കേന്ദ്രങ്ങൾ, ഇതൊക്കെ വലിയ ഒരു പ്രതിസന്ധിയാണ്. ഇത്തരം സ്ഥലങ്ങളിലൊക്കെയും മതിലുകൾ പണിയുക എന്നുള്ളത് പ്രായോഗികമല്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ. എങ്കിലും കൂടുതലായിട്ട് ആനകൾ ഇറങ്ങാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മതിലുകൾ പണിയുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് വൈദ്യുത വേലികൾ സ്ഥാപിക്കുക, അവയുടെ മെയിൻ്റനൻസ് അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഒക്കെ കൂടി ചേർന്നുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നടത്തുക, അങ്ങനെയൊക്കെയുള്ള പരിഹാരങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോഴുള്ളത്.